ഈ KTM ബ്രാൻഡ് ഭയങ്കര ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ് കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കമ്പനി ആ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തിരിച്ചു വരും എന്നാണ്. KTMന്റെ ഈ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ MV അഗസ്റ്റയെ KTM കൈവിടുകയാണ്. ഒരിക്കലും എന്നെ പോലെ ഒരാൾ ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് നശിച്ചു എന്ന് പറയാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ മറികടന്ന് തിരിച്ചു വരുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നത്. പക്ഷേ എനിക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നേരെ തിരിച്ചാണ്. സപ്ലൈ ചെയിന്റെ ഇഷ്യൂസ്, പിന്നെ KTMന്റെ ഡയറക്ടർ ബോർഡ് എടുത്ത മണ്ടത്തരമായ തീരുമാനങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം കാരണം MV അഗസ്റ്റയെ ഒഴിവാക്കുകയാണ് KTM. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് MV അഗസ്റ്റ. അപ്പൊ ഈ അക്യൂറയുടെ ഭാഗമായിട്ടാണ് 9 മാസം മുമ്പാണ് KTM ഇറ്റലിയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് ഇതിനെ പറിച്ചു നട്ടത്. പഴയ പ്ലാൻ അനുസരിച്ച് 2020 മാത്രമേ MV അഗസ്റ്റയെ ലാഭത്തിലെത്തിക്കാൻ കമ്പനിക്ക് സാധിക്കൂ. നിലവിൽ KTM കമ്പനിയുടെ ബ്രാൻഡിൽ തന്നെ 2 സബ് ബ്രാൻഡുകൾ ഉണ്ട്. പറഞ്ഞ ഗ്യാസും. ഇതിന് ശേഷമാണ് MV അഗസ്റ്റയെ കമ്പനി അക്വയർ ചെയ്തത്. KTMന്റെ കാൽ വഴുതിയതോടെ MV അഗസ്റ്റയെ തങ്ങളുടെ അസറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്